ഹലോ, ഈ ഒരു വീഡിയോയിൽ മെഷീൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെഷീൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡി സി ജനറേറ്ററിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് എ ഡി സി ജനറേറ്റർ? എ ഡി സി ജനറേറ്റർ ഈസ് ആൻ ഇലക്ട്രിക്കൽ മെഷീൻ whose main function is to convert mechanical energy into electricity. ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ആണ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, when the conductor slashes magnetic flux and EMF will be generated based on the electromagnetic induction principle of Faraday's law. ഫാരഡേസ് ലോയിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ് ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് സ്ലാഷ് ആകുന്ന സമയത്ത് നമുക്ക് എന്താകുന്നുണ്ട്, ഒരു EMF ജനറേറ്റ് ആകും. അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ദിസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ക്യാൻ കോസ് എ ഫ്ലോ ഓഫ് കറന്റ് വെൻ ദ കണ്ടക്ടർ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. കണ്ടക്ടർ സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ദാറ്റ് ഈസ് EMF ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറന്റ് ഫ്ലോയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡി സി ജനറേറ്ററിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഫാരഡേസ് ലോ ആണ്. ഓക്കെ, ഇതിന് നമുക്ക് അടുത്ത് നോക്കുന്നത് വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ ഡി സി ജനറേറ്റർ. ഒരു ഡി സി ജനറേറ്ററിൽ എന്തൊക്കെയാണ് പാർട്സുകൾ വരുന്നത്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡി സി മോട്ടർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഒരു ഡി സി ജനറേറ്ററിനെ നമുക്ക് ഒരു ഡി സി മോട്ടർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് therefore a DC motor, otherwise a DC generator, can be generally called as a DC machine. ആ ഒരു ഡി സി ജനറേറ്ററിനെ നമുക്ക് ഡി സി മോട്ടർ ആയിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഡി സി മോട്ടർ അതല്ലെങ്കിൽ ഒരു ഡി സി ജനറേറ്ററിനെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നത് ഒരു ഡി സി മെഷീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ is the stator. The main function of the stator is to provide magnetic field where the coil spins. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പിന്ന് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന സ്റ്റേറ്റർ ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റർ ഇൻക്ലൂഡ്സ് ടു മാഗ്നറ്റ്സ് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ഫേസിങ് ഈച്ച് അതർ. ഈ സ്റ്റേറ്ററിൽ നമുക്ക് രണ്ട് മാഗ്നറ്റ്സുകൾ ഉണ്ട്. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള രണ്ട് മാഗ്നറ്റുകൾ നമുക്ക് ഈ സ്റ്റേറ്ററിലുണ്ട്. ദീസ് മാഗ്നറ്റ്സ് ആർ ലൊക്കേറ്റഡ് ടു ഫിറ്റ് ഇൻ ദ റീജിയൺ ഓഫ് ദ റോട്ടർ. ആ റോട്ടറിന്റെ അതിൽ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റ്സുകളാണ്. ഓക്കെ, മാഗ്നറ്റുകളാണ് ഈ പറയുന്ന സ്റ്റേറ്ററിനെ ആ റോട്ടറിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് റോട്ടർ. റോട്ടർ ഇൻ എ ഡി സി മെഷീൻ ഇൻക്ലൂഡ്സ് സ്ലോട്ടഡ് അയൺ ലാമിനേഷൻസ് വിത്ത് സ്ലോട്ട്സ് ദാറ്റ് ആർ സ്റ്റേക്ക്ഡ് ടു ഷേപ്പ് എ സിലിണ്ടറിക്കൽ ആർമേച്ചർ കോർ. ഇവിടെ നമുക്ക് സ്ലോട്ടഡ് ആയിട്ടുള്ള അയൺ ലാമിനേഷൻസ് ഉണ്ടാകും, അതിന്റെ കൂടെ തന്നെ സ്ലോട്ട്സും ഉണ്ടാകും. ഓക്കെ, അത് നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ആർമേച്ചർ കോറിന്റെ ഒരു ഷേപ്പ് ആണ് നമുക്ക് കാണിക്കുന്നത്. Then the function of the lamination is to decrease the loss caused due to eddy current. എഡ്ഡി കറന്റ് കാരണം ഉണ്ടാകുന്ന ലോസസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലാമിനേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്ലോട്ടഡ് അയൺ ലാമിനേഷൻസ് എഡ്ഡി കറന്റ് കാരണം ഉണ്ടാകുന്ന ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോട്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനറി പാർട്ടാണ്, റോട്ടർ മീൻസ് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഓക്കെ, അടുത്തതാണ് ആർമേച്ചർ വൈൻഡിങ്സ്. Armature windings are in the closed circuit form and are connected in series to parallel to enhance the produced current sum. Okay, armature windings എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവയെ നമുക്ക് സീരീസ് ടു പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് ഉണ്ടാവില്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ സമ്മിനെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി, കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർമേച്ചർ വൈൻഡിങ്സ് അതിലുള്ളത്. ഓക്കെ, അടുത്തതാണ് യോക്ക്. ദ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ദ ഡി സി ജനറേറ്റർ ഈസ് നോൺ ആസ് യോക്ക്. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഒരു ഡി സി ജനറേറ്ററിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ കാണുന്നത് അതിനെയാണ് നമ്മളൊരു യോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എയ്തർ കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ. ഒരു കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ നെസസറി മെക്കാനിക്കൽ പവർ ഫോർ ക്യാരിയിങ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഗിവൺ ത്രൂ ദ പോൾസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ പവർ, ആവശ്യമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ പവർ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് ആ പോൾസുകൾ വഴി ഒരു മെക്കാനിക്കൽ പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യോക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണ് യോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, the function of a pole is to hold the field windings. ഫീൽഡ് വൈൻഡിങ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആരാണോ അതാണ് ഈ ഒരു പോൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. These windings are wound on poles and are either connected in series or parallel by the armature windings.
ആർമേച്ചർ വൈൻഡിങ്സിൽ ഏതർ സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ ഈ പറയുന്ന പോൾസുകൾ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ദിസ് വൈൻഡിങ്സ് ആർ വൗണ്ട് ഓൺ പോൾസ്. കുറെ വൈൻഡിങ്ങുകൾ നമ്മുടെ ഈ പോൾസിന് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ ആണ് ആർമേച്ചർ വൈൻഡിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പോൾ ഷൂ. ഇറ്റ് ഈസ് മെയിൻലി യൂട്ടിലൈസ്ഡ് ഫോർ സ്പ്രെഡിംഗ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ടു പ്രിവെന്റ് ദ ഫീൽഡ് കോയിൽ ഫ്രം ഫോളിംഗ്. ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഫുള്ളും സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോൾ ഷൂ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് കമ്മ്യൂട്ടേറ്റർ. എ കമ്മ്യൂട്ടേറ്റർ വർക്ക്സ് ലൈക്ക് എ റെക്ടിഫയർ that changes AC voltage to DC voltage within the armature winding. ആർമേച്ചർ വൈൻഡിങ്ങിനുള്ളിൽ തന്നെ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം നമുക്ക്. ഇറ്റ്സ് ലൈക്ക് ആൻ റെക്ടിഫയർ. ഒരു റെക്ടിഫയർ പോലെ തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. It is designed with a copper segment and each copper segment is protected from other with the help of a mica sheets. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോപ്പർ സെഗ്മെന്റുകളാണ്. ഈ കോപ്പർ സെഗ്മെന്റുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞാൽ മൈക്ക ഷീറ്റുകളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ദ മെഷീൻസ്. ഷാഫ്റ്റിലാണ്, ആ ഒരു മെഷീന്റെ ഷാഫ്റ്റിലാണ് ഈ പറയുന്ന കമ്മ്യൂട്ടേറ്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബ്രഷസ്. ദ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ക്യാൻ ബി എൻഷുർഡ് ബിറ്റ്വീൻ ദ കമ്മ്യൂട്ടർ ആസ് വെൽ as the exterior load circuit with the help of brushes. ബ്രഷസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരൊക്കെ തമ്മിലുള്ളത്? ഒരു കമ്മ്യൂട്ടേറ്ററും അതുപോലെ തന്നെ ഒരു എക്സ്റ്റീരിയർ ലോഡ് സർക്യൂട്ടും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് സർക്യൂട്ടും തമ്മിലുള്ള ആ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു DC ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the EMF equation of the DC generator is EG equal to P pi Zn divided by 60A എന്നാണ്. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. Z എന്ന് പറഞ്ഞാൽ ടോട്ടൽ number of the armature conductor. P is the number of poles in the generator. A is the number of parallel lines with the armature. N rotation of armature in RPM, that is RPM means rotation per minutes അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, E is the induced EMF in any parallel lane within the armature. EG is the generated EMF in any one of the parallel lane. N by 60 is the number of turns per second. The time for one turns will be dt equal to 60 by n second. Okay, അപ്പോൾ നമ്മുടെ EMF equation EG equal to P phi Zn by 60A എന്നാണ്. ഓക്കെ, ഇതിന്റെ ടൈപ്സുകൾ നോക്കാം. നമുക്ക് എത്ര ടൈപ്സ് ആണ് ഈ ഒരു DC ജനറേറ്ററിൽ ഉള്ളതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫീൽഡ് കോയിൽസ് ആർ എനർജൈസ്ഡ് ഫ്രം ആൻ ഇൻഡിപെൻഡന്റ് എക്സ്റ്റീരിയർ DC സോഴ്സ് ഇൻ എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ടൈപ്പ് ജനറേറ്റർ. ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ടൈപ്പ് ജനറേറ്ററിൽ ഫീൽഡ് കോയിൽസുകളെ എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ DC സോഴ്സ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് സോഴ്സ് എക്സ്റ്റീരിയർ ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് എക്സൈറ്റഡ് എന്തായിരിക്കും? ദ ഫീൽഡ് കോയിൽസ് ആർ എനർജൈസ്ഡ് ഫ്രം ദ ജനറേറ്റഡ് കറന്റ് വിത്തിൻ ദ ജനറേറ്റർ. ആ ജനറേറ്ററിൽ തന്നെ ജനറേറ്റ് ആയിരിക്കുന്ന കറന്റ് യൂസ് ചെയ്തിട്ടാണ് ഫീൽഡുകളെ അല്ലെങ്കിൽ ഫീൽഡ് കോയിലുകളെ എനർജൈസ് ചെയ്യുന്നത്. അതാണ് സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. These type of generators can further be classified as a series of wound, shunt wound and compound wound. Again നമ്മൾ ഈ സെൽഫ് എക്സൈറ്റഡിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് DC മോട്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിനെ നമുക്ക് ഒരു DC മോട്ടർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. A DC motor is defined as a class of electrical motor that convert direct current electrical energy into mechanical energy. ഡയറക്റ്റ് DC ഇലക്ട്രിക്കൽ എനർജീനെ നമ്മളൊരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്താണോ ആ ഡിവൈസിനെയാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DC മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, from the above definition we can conclude that any electric motor that is operated using direct current or DC is called a DC motor. അപ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനി ഇലക്ട്രിക് മോട്ടർ ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ്, ഏതൊരു ഇലക്ട്രിക് മോട്ടർ ആണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു DC മോട്ടർ, ഒരു DC കറന്റ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു DC മോട്ടറിന്റെ എന്തൊക്കെയാണ് പാർട്സുകൾ, ഡിഫറെന്റ് പാർട്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വരുന്നതാണ് ആർമേച്ചർ അല്ലെങ്കിൽ റോട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, the armature of a DC motor
is a cylindrical cylinder of magnetic laminations that are insulated from one another. ഒരു ആർമേച്ചർ ഓഫ് ദ ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് വരുന്നത്. ഒരു മാഗ്നറ്റിക് ലാമിനേഷൻസിന്റെ ഒരു സിലിണ്ടർ ഷേപ്പ് ആയിരിക്കും. അത് ഓരോന്നും തമ്മിൽ പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, ദ ആർമേച്ചർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ആ ഒരു സിലിണ്ടർ എന്ന് മുൻപ് പറഞ്ഞല്ലോ, ആ ഒരു സിലിണ്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ആ സിലിണ്ടറിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് ആർമേച്ചർ ഉള്ളത്. അതേപോലെ തന്നെ ദ ആർമേച്ചർ ഈസ് എ റൊട്ടേറ്റിംഗ് പാർട്ട് ദാറ്റ് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അത് അതിന്റെ ഒരു ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫീൽഡ് കോയിൽ ബൈ ആൻ എയർ ഗ്യാപ്പ്. ഒരു എയർ ഗ്യാപ്പില് അത് അതിന്റെ ഫീൽഡ് കോയിലുമായി സെപ്പറേറ്റഡും ആണ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അതിന്റെ ആക്സിസിൽ തന്നെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അത് അതിന്റെ ഫീൽഡ് കോയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു എയർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പാർട്ടാണ് ഫീൽഡ് കോയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. എ ഡി സി മോട്ടോർ ഫീൽഡ് കോയിൽ ഇസ് എ നോൺ മൂവിംഗ് പാർട്ട് ഓൺ വിച്ച് വൈൻഡിങ് ഇസ് വൗണ്ട് ടു പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ മൂവിംഗ് പാർട്ടാണ്. ഓക്കെ, അവിടെ എന്താണ് വൈൻഡിങ് എന്ന് പറയുന്നത്? വൗണ്ട് ചെയ്ത് വെച്ചിരിക്കും. വൈൻഡിങ്സ് ഇസ് വൗണ്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈൻഡിങ് ഉള്ളത്. വൗണ്ട് ചെയ്തിരിക്കുന്ന വൈൻഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ദിസ് ഇലക്ട്രോമാഗ്നറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ ക്യാവിറ്റി ബിറ്റ്വീൻ ഇറ്റ്സ് പോൾ. അതിലുള്ള പോളുകൾക്ക് തമ്മിൽ ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റി ഉണ്ട് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്. ഓക്കെ, ഈ ഇലക്ട്രോമാഗ്നറ്റിന് എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റി ബിറ്റ്വീൻ ഇറ്റ്സ് പോളുകളും ഉണ്ട്. അതാണ് ഒരു ഫീൽഡ് കോയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ. Commutator ആണ്. The commutator of a DC motor is a cylindrical structure that is made of copper segments stacked together but insulated from each other using mica. Commutator എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. അത് കോപ്പർ സെഗ്മെന്റുകളായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 by 1 ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഓരോന്നും ഒരു മൈക്ക വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, the primary function of a commutator is to supply electrical current to the armature winding. ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് ഇലക്ട്രിക്കൽ കറന്റ് കൊടുക്കുന്നത് ആരാണ്? ഈ കമ്മ്യൂട്ടേറ്റർ ആണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്ററിന്റെ ഇതാണ്, ഇലക്ട്രിക്കൽ കറന്റ് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നത്. അടുത്തതാണ് ബ്രഷസ് എന്ന് പറയുന്നത്. ദ ബ്രഷസ് ഓഫ് എ DC മോട്ടോർ ആർ മെയ്ഡ് വിത്ത് ഗ്രാഫൈറ്റ് ആൻഡ് കാർബൺ സ്ട്രക്ചർ. ഗ്രാഫൈറ്റ് ആൻഡ് കാർബൺ സ്ട്രക്ചർ വെച്ചിട്ടാണ് ബ്രഷസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. These brushes conduct electric current from external circuit to the rotating commutator. ഈ ബ്രഷസ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ കറന്റുകൾ, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ കറന്റിനെ റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്ററിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ബ്രഷസ് വഴിയായിട്ടാണ്. ഓക്കെ, hence we come to understand that the commutator and brush unit are concerned with the transmitting power from the static electrical circuit to the mechanical rotating region or the rotor. അല്ലെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കമ്മ്യൂട്ടേറ്ററും ബ്രഷും എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് the power from the static electrical circuit. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നും പവറിനെ നമ്മുടെ മെക്കാനിക്കലി റൊട്ടേറ്റിംഗ് റീജിയനിലേക്ക് അല്ലെങ്കിൽ റോട്ടറിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ പറയുന്ന കമ്മ്യൂട്ടേറ്ററും ബ്രഷസും ആണ്. ഓക്കെ, നമുക്ക് DC മോട്ടറിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ്. മെയിൻ ആയിട്ട് നമ്മളതിനെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, സെൽഫ് എക്സൈറ്റഡ്, പെർമനന്റ് മാഗ്നറ്റ്. ഈ സെൽഫ് എക്സൈറ്റഡിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഷണ്ട് എക്സൈറ്റഡ്, സീരീസ് എക്സൈറ്റഡ്, കോമ്പൗണ്ട് എക്സൈറ്റഡ്. Again these compound excited are classified into cumulative compound and differential compound. Again long shunt and short shunt. Okay, so main classification എന്ന് പറയുന്നത് separately self excited and permanent magnet. Okay, ഇതിലുള്ള ഓരോന്നും എന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one is the permanent magnet DC motor. In this type of DC motor, the permanent magnet is used to create a magnetic field. Magnetic field create ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടർ എന്ന് പറയുന്നത്. In this, no input current is consumed for excitation. എക്സൈറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഇൻപുട്ട് കറന്റുകളൊന്നും തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല. These are used in automobile starters, wipers, air conditioners. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഷണ്ട് DC മോട്ടർ. Here the field is connected with the armature windings in parallel or also known as a shunt. അപ്പോൾ ഈ പറയുന്നതിൽ ഫീൽഡുകൾ ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് പാരലൽ ആയിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. ഓക്കെ, പാരലൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. The shunt field can be separately excited from the armature windings.
ഈ ഷണ്ട് ഫീൽഡുകളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യിക്കും. എങ്ങനെ? ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ റീസൺ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രേറ്റർ സ്പീഡ് റെഗുലേഷൻ. ഒരു ഹൈ സ്പീഡിലുള്ള റെഗുലേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഷണ്ട് DC മോട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെരി സിംപ്ലിഫൈഡ് റിവേഴ്സ് കൺട്രോളും കൂടി നമുക്ക് ഈ പറയുന്ന ഷണ്ട് DC മോട്ടറിൽ ഉണ്ട്. ഓക്കെ, അടുത്തതാണ് സീരീസ് DC മോട്ടർ എന്ന് പറയുന്നത്. ഹിയർ എ ലാർജ് വയർ ക്യാരിയിങ് ദ ഫുൾ ആർമേച്ചർ കറന്റ് വൈൻഡ്സ് ദ ഫീൽഡ് വിത്ത് ഫ്യൂ ടേൺസ്. ഒരു ലാർജ് വയർ ഉണ്ടാവും, അതിൽ നമുക്ക് ഫുൾ ആർമേച്ചർ കറന്റ് ഉണ്ടാകുന്നുണ്ട്. ആ വിത്ത് ദ ഫ്യൂ ടേൺസ്, കുറച്ച് ടേണുകൾ ഉള്ളത്, വിത്ത് ഫീൽഡ് വിത്ത് ഫ്യൂ ടേൺസ് ആയിരിക്കും. This kind of motor generates a large amount of starting torque, but speed cannot be regulated here. ഈ പറയുന്ന മോട്ടോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പീഡുകൾ നമുക്ക് ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇഫ് ദേ ആർ റൺ വിത്ത് നോ ലോഡ് ദെൻ ഇറ്റ് മൈറ്റ് ഫേസ് ഡാമേജ്. ഇപ്പൊ ലോഡ് ഇല്ലാണ്ട് നമുക്കിത് റൺ ചെയ്യിക്കാനായിട്ട് പറ്റില്ല സീരീസ് DC മോട്ടർ. അങ്ങനെ എന്തെങ്കിലും റൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലംസ് വരാനായിട്ട്, ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട്. These are not ideal option for the variable speed applications. നമുക്ക് വേരിയബിൾ സ്പീഡ് ആപ്ലിക്കേഷൻസിന് ഇത് ഓപ്ഷൻ ആയിട്ട് എടുക്കാനേ പറ്റില്ല. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഇതിന്റെ സ്പീഡ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അടുത്തതാണ് കോമ്പൗണ്ട് DC മോട്ടർ എന്ന് പറയുന്നത്. These have a shunt field which is separately excited. ഇവിടെ ഒരു ഷണ്ട് ഫീൽഡ് ഉണ്ട്, അത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. They have good starting torque but might face some problems in variable speed applications. Similarly, ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആണെങ്കിൽ കൂടെ, ഗുഡ് ആണെങ്കിൽ കൂടെ, വേരിയബിൾ സ്പീഡ് ആപ്ലിക്കേഷൻസിന് നമുക്കത് പോസിബിൾ അല്ല. ഓക്കെ, അടുത്തതാണ് ഷോർട്ട് ഷണ്ട് DC മോട്ടർ. ഹിയർ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് ഓൺലി കണക്റ്റഡ് വിത്ത് ആർമേച്ചർ വൈൻഡിങ്. ഷണ്ട് ഫീൽഡ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിൽ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. The field coil which is in series is entirely exposed to current before being split up into the armature. ഫീൽഡ് കോയിൽ എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എൻറ്റയർലി എക്സ്പോസ്ഡ് ടു കറന്റ്, എൻറ്റയർ ആയിട്ട് നമ്മളത് കറന്റിലേക്ക് ആയിട്ടാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അതെപ്പോ ആർമേച്ചർ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ, അതായത് സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ദി ആർമേച്ചർ ബീങ്, അത് സ്പ്ലിറ്റ് ആയ ആർമേച്ചറിലേക്ക് വരുന്നതിന് ബിഫോർ ആയിട്ട് തന്നെ എൻറ്റയർ ആയിട്ട് നമുക്കിവിടെ കറന്റ് ഫീൽഡ് കോയിലാണ് കിട്ടുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ഷോർട്ട് ഷണ്ട് DC മോട്ടർ എന്ന് പറയുന്നത്. അടുത്തതാണ് ലോങ് ഷണ്ട് DC മോട്ടർ. ഇവിടെ ഷണ്ട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ബോത്ത് സീരീസ് ഫീൽഡ്സ് കോയിൽ ആൻഡ് ആർമേച്ചർ. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞത് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ്? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് പാരലൽ വിത്ത് ബോത്ത് സീരീസ് ഫീൽഡ് കോയിൽ ആൻഡ് ആർമേച്ചർ എന്നാണ്. വിച്ച് ആർ അഗെയിൻ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ഇൻ സീരീസ്. അവ അഗെയിൻ പാരലൽ ആയിട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അഗെയിൻ ആ രണ്ടെണ്ണം ഫീൽഡ് ഇതും ആർമേച്ചറും പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് ലോങ് ഷണ്ട് DC മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് DC മോട്ടർ. In this type of compound wound DC motor, the flux produced due to the shunt field windings reduces the effect of the main series winding. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കാരണം പ്രൊഡ്യൂസ് ആകുന്ന ഫ്ലക്സ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മെയിൻ സീരീസ് വൈൻഡിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് മോട്ടറിൽ, DC മോട്ടറിൽ. ഓക്കെ, അടുത്തത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് DC മോട്ടർ. ഹിയർ the flux produced by the shunt field windings enhance the effect of main field flux which is produced by series winding. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഷണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് വൈൻഡിങ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഉണ്ടാവില്ലേ, അതായത് സീരീസ് വൈൻഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ എൻഹാൻസ് ചെയ്യുകയാണ്. ആ ഒരു എഫക്റ്റിനെ എൻഹാൻസ് ചെയ്യുകയാണ് ഈ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് DC മോട്ടർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു DC മോട്ടറും DC ജനറേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് അതിന്റെ ഒരു കമ്പാരിസൺ ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. DC മോട്ടറിൽ മോട്ടോർ ഹാസ് എ DC കറന്റ് ആസ് ആൻ ഇൻപുട്ട് ആൻഡ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ ഔട്ട്പുട്ട്. ഒരു DC കറന്റ് ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, DC ജനറേറ്ററിൽ എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജി ഇൻപുട്ട് ആയിരിക്കും, DC കറന്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടും, അല്ലെ? കമ്മ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ motors uses commutators for changing the magnetic field polarity. Magnetic field polarity change ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ് മോട്ടോർ യൂസ് ചെയ്യുന്നത്. എന്നാൽ generator uses the commutators in order to cancel the polarization effect. Polarization effect cancel ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റേഴ്സ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്തത് EMF എങ്ങനെയാണ്? EMF is utilized by the coil and useful for rotating the axis. അല്ലെ, ആ റൊട്ടേറ്റിംഗ് ആക്സിസുകൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ EMF യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോയിലാണ് ഈ EMF യൂസ് ചെയ്യുന്നത്. ജനറേറ്റർ എങ്ങനെയാണ്? around the EMF produced around the coil is transmitted to the load and used by them. അപ്പോൾ EMF കോയിലിന് അറൗണ്ട് ആയിട്ട് വരുന്ന ആ ഒരു പ്രൊഡ്യൂസ് ആവുന്ന EMF എന്ത് ചെയ്യുന്നുണ്ട്? ലോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഡാണ് ആ EMF യൂസ് ചെയ്യുന്നത്. അടുത്തത് EMF വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ്. EMF in armature is less than its terminal voltage, that is EB less than V ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ EG greater than V ആണ്. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും ജനറേറ്ററിൽ, കുറവാണ് DC മോട്ടറിൽ. ഓക്കെ, അടുത്തത് ജനറേറ്റഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF ആണ്. The DC motor back EMF EB is equal to V minus IA/RA ആണ്. V എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് ആണ്, IA എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറന്റ്, RA is the armature resistance ആണ്. എന്നാൽ DC ജനറേറ്ററിൽ EG equal to V plus IA/RA ആണ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. V എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ്, IA is the armature current, RA is the armature resistance ആണ്. അപ്പൊ മോട്ടറിൽ നമുക്ക് രണ്ടും മൈനസ് ചെയ്യണം. V മൈനസ് IA/RA ആണ്, ഇവിടെ V പ്ലസ് IA/RA ആണ്. അടുത്തത് റൂൾ ഓഫ് ഹാൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? DC മോട്ടറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് DC മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ദി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടെങ്കിൽ ഇഫ് അപ്ലൈ മോർ പവർ ഇറ്റ് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഷാഫ്റ്റ് ഫാസ്റ്റർ ഇസ് കണ്ടിന്യൂന്റ് അപ്പോൺ മോട്ടോഴ്സ് റേറ്റിംഗ്. അതായത് നമ്മൾ പവർ കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാഫ്റ്റ് ഫാസ്റ്റർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും കോണ്ടിജന്റ് അപ്പോൺസ് മോട്ടോർ റേറ്റിംഗ്, മോട്ടോർ റേറ്റിംഗിനേക്കാൾ കൂടുതലായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊഡ്യൂസ് ഫിക്സ്ഡ് വോൾട്ടേജ് അറ്റ് റേറ്റഡ് RPM. അതൊരു റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത് ജനറേറ്ററിൽ. ടൈപ്സ് ഷണ്ട്, കോമ്പൗണ്ട്, ഇവിടെ ഷണ്ട്, കോമ്പൗണ്ട്, സീരീസ്, അങ്ങനെ കുറെ ടൈപ്സുകൾ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് ഒരു AC മോട്ടറും DC മോട്ടറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, ഒരു AC മോട്ടറും DC മോട്ടറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ ഇൻപുട്ട് കറന്റ് എന്തായിരിക്കും? AC മോട്ടറിൽ AC ആയിരിക്കും, നമ്മുടെ AC കറന്റ് ആയിരിക്കും ഇൻപുട്ട് പവർ, ഇൻപുട്ട് എന്ന് പറയുന്നത്. DCയിൽ നമുക്ക് DC കറന്റ് ഇസ് ദ മെയിൻ ഇൻപുട്ട് പവർ ഇൻ ദ DC മോട്ടർ ആയിരിക്കും. സപ്ലൈ സോഴ്സസ് 3 phase or single phase പവർ ഫ്രം ദ സപ്ലൈ മെയിൻസ്. നമുക്ക് 3 phase ഓ സിംഗിൾ phase ഓ യൂസ് ചെയ്യാം. ഇവിടേക്ക് DC മോട്ടറിലേക്ക് വരുന്ന എനർജി നമുക്ക് ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ സെല്ലുകളിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് DC മോട്ടറിലേക്ക്, കാരണം DC സപ്ലൈ ആണല്ലോ നമുക്ക് എടുക്കേണ്ടത്. അടുത്തത് കമ്മ്യൂട്ടേഷൻ പ്രോസസ് ആബ്സെന്റ് ഇൻ AC മോട്ടർ, പ്രസന്റ് ഇൻ DC മോട്ടർ. കമ്മ്യൂട്ടേഷൻ പ്രോസസ് AC മോട്ടറിൽ നമുക്കില്ല, DC മോട്ടറിലാണ് ഉള്ളത്. സപ്ലൈ ഫേസ് എന്ന് പറഞ്ഞാൽ ബോത്ത് സിംഗിൾ ഫേസ് ആൻഡ് 3 phase സപ്ലൈ ആർ യൂസ്ഡ്, ഓൺലി സിംഗിൾ ഫേസ് സപ്ലൈസ് യൂസ്. AC-യിൽ നമുക്ക് സിംഗിൾ ഫേസും 3 phase-ഉം യൂസ് ചെയ്യാം, DC മോട്ടറിൽ നമുക്ക് സിംഗിൾ ഫേസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ടെർമിനൽസ്, there are 3 ഇൻപുട്ട് ടെർമിനൽസ് RYB ഉണ്ട്. ഇവിടെ 2 ഇൻപുട്ട് ടെർമിനൽസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, കാർബൺ ബ്രഷസ്, ഇവിടെ നമുക്ക് കാർബൺ ബ്രഷസ് ഇല്ല, ഇവിടെ നമുക്ക് കാർബൺ ബ്രഷസ് ഇൻ DC മോട്ടറിൽ നമുക്ക് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻസ് suitable for large and industrial applications ആണ് AC മോട്ടർ യൂസ് ചെയ്യുന്നത്. DC മോട്ടർ യൂസ് ചെയ്യുന്നത് സ്മോൾ ആൻഡ് ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ AC മോട്ടർ ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്, ഇറ്റ് റിക്വയർസ് സം എക്സ്റ്റേണൽ സ്റ്റാർട്ടിംഗ് എക്യുപ്മെന്റ്സ്. DC മോട്ടർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, AC മോട്ടർ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് എക്യുപ്മെന്റ് ആവശ്യമുണ്ട്. പൊസിഷൻ ഓഫ് ആർമേച്ചർ, ആർമേച്ചർ ഈ സ്റ്റേഷനറി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യും. AC മോട്ടറിൽ ആർമേച്ചർ എന്ന് പറഞ്ഞ സ്റ്റേഷനറിയും മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആർമേച്ചർ റൊട്ടേറ്റഡ് വൈൽ ഫീൽഡ് മാഗ്നറ്റ്സ് റിമൈൻ സ്റ്റേഷനറി. ഓപ്പോസിറ്റ് ആണ് രണ്ടും. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് ആണ് DC മോട്ടർ വെച്ച് നോക്കുമ്പോൾ. DC മോട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കൂടുതലായിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മളവിടെ AC മോട്ടറും DC മോട്ടറും കമ്പയർ ചെയ്ത പോലെ തന്നെ ഒരു AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു ടേബിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ എങ്ങനെയെന്ന് നോക്കിയാൽ AC generator is mechanical device that converts mechanical energy into AC electrical power. ഇവിടെ ഒന്നുമില്ല, AC DC മീൻസ് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് AC ആയിരിക്കും, ഒന്ന് DC ആയിരിക്കും. ഓക്കെ, DC generator ആണെങ്കിൽ എന്താണ്? DC generator is a mechanical device that converts mechanical energy into DC electrical power. Direction of current in AC generator, the electrical current reverse direction periodically. റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഇത് വരുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ കറന്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക്
എ സി ജനറേറ്ററിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഡി സി ജനറേറ്ററിൽ നമുക്ക് ഓൺലി വൺ ഡയറക്ഷനിലാണ് വരുന്നത്. ബേസിക് ഡിസൈൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു എ സി ജനറേറ്റർ ദ കോയിൽ ത്രൂ വിച്ച് ദ കറന്റ് ഫ്ലോസ് ഈസ് ഫിക്സ്ഡ് വൈൽ ദ മാഗ്നറ്റ്സ് മൂവ്. മാഗ്നറ്റ് മൂവ് ആവുകയും കോയിലിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ദ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. എന്നാൽ ഡി സി ജനറേറ്ററിൽ എങ്ങനെയാണ്? കോയിൽ ത്രൂ ദ വിച്ച് കറന്റ് ഫ്ലോസ് റൊട്ടേറ്റ് ഇൻ എ ഫിക്സ്ഡ് ഫീൽഡ്. ഫിക്സ്ഡ് ഫീൽഡിലൂടെയുള്ള കറന്റ്, കോയിലിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അല്ലെ. കറന്റ് ഫ്ലോ റൊട്ടേറ്റ്സ് ഇൻ എ ഫിക്സ്ഡ് ഫീൽഡ്. ആ ഒരു ഫിക്സ്ഡ് ഫീൽഡ് കറന്റ് ഫ്ലോ റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ ഈസ് സിമ്പിൾ ബട്ട് കൺസ്ട്രക്ഷൻ ഈസ് കോംപ്ലക്സ് ഡ്യൂ ടു കമ്മ്യൂട്ടേറ്റേഴ്സ് ആൻഡ് സ്ലിപ്പ് റിംഗ്സ്. ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പക്ഷെ കൺസ്ട്രക്ഷൻ ഈ ഒരു കമ്മ്യൂട്ടേറ്റേഴ്സും സ്ലിപ്പ് റിംഗ്സും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കതൊരു കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. കമ്മ്യൂട്ടേറ്റേഴ്സിൽ നമുക്ക് എ സി ജനറേറ്റേഴ്സിൽ കമ്മ്യൂട്ടേറ്റേഴ്സ് ഇല്ല, എന്നാൽ ഡി സി ജനറേറ്റേഴ്സിൽ കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ട്. അത് ഒരു ഡയറക്ഷനിൽ മാത്രം കറന്റ് ഫ്ലോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റേഴ്സ്. അടുത്തത് റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ സി ജനറേറ്റേഴ്സ് ഹാവ് സ്ലിപ്പ് റിംഗ്സ്, ഡി സി ജനറേറ്റേഴ്സ് ഹാവ് കമ്മ്യൂട്ടേറ്റേഴ്സ്. ഓക്കെ, അടുത്തതാണ് എഫിഷ്യൻസി ഓഫ് ബ്രഷസ്. Slip rings have a smooth and uninterrupted surface. They do not weaker quickly and they are high efficient. Slip rings എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റ് സർഫേസ് ആണ്, അതുകൊണ്ട് തന്നെ they are not wear quickly and highly efficient ആണ്. ഇവിടെ both brushes and commutators of a DC generator wear out quickly and thus are less efficient ആണ്. DC generator നമുക്ക് ഈ പറയുന്നതൊക്കെ ടോട്ടലി ലെസ് എഫിഷ്യന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഷോർട്ട് സർക്യൂട്ട് പോസിബിൾ. AC brushes have high efficiency, so a short circuit is very unlikely. ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ബ്രഷസും കമ്മ്യൂട്ടേറ്റേഴ്സും വിയർ ഔട്ട് ക്വിക്കലി ആയതുകൊണ്ട് സ്പാർക്കിംഗ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ പോസിബിലിറ്റി കൂടുതലാണ് DC ജനറേറ്ററിൽ. ഓക്കെ, അടുത്തത് റൊട്ടേറ്റിംഗ് പാർട്ട്. റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻ ആൻ AC generator is low, current, high resistive rotor. അപ്പോൾ AC ജനറേറ്ററിലുള്ള റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈസ് എ ലോ കറന്റ് ഹൈ റെസിസ്റ്റിവിറ്റി റോട്ടർ ആണ്. ലോ കറന്റ് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു റോട്ടർ ആണ്. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഹൈ ആണ്. റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ DC ജനറേറ്റർ എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. അടുത്തത് കറന്റ് ഇൻഡക്ഷൻ. ഇൻ ആൻ AC generator the output current can be either induced in the stator or the rotor. AC ജനറേറ്ററിലേക്കുള്ള ഔട്ട്പുട്ട് കറന്റ്, അതായത് AC ജനറേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് കറന്റ് എയ്തർ സ്റ്റേറ്ററോ അല്ലെങ്കിൽ റോട്ടറോ ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ DC ജനറേറ്ററിൽ റോട്ടർ മാത്രമാണ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ട് കറന്റിന് ഇൻഡ്യൂസ് ചെയ്യുന്നത് റോട്ടർ മാത്രമാണ്. അടുത്തത് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ AC ജനറേറ്റേഴ്സ് പ്രൊഡ്യൂസ് എ ഹൈ വോൾട്ടേജ് വിച്ച് വേരീസ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം. ആംപ്ലിറ്റ്യൂഡും ടൈമിലും വേരി ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി വേരീസ് മോസ്റ്റ്ലി 50 Hz to 60 Hz നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ DC generator produce a low voltage when compared to AC generator which is constant in amplitude and time. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡിലും അല്ലെങ്കിൽ DC എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നില്ലല്ലോ, ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ഇതായിരിക്കും വരുന്നത്. ആ ഒരു കറന്റ്, ആ ഒരു വോൾട്ടേജ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ലോ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. മെയിൻ്റനൻസ് വഴി നോക്കുകയാണെങ്കിൽ AC generators require very little maintenance and highly reliable ആണ്. DC generators require frequent maintenance and less reliable ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു കമ്പാരിസൺ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ AC generators can be of varying likely 3 ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? സിംഗിൾ ഫേസ്, synchronous generator and induction generator. DC generators 2 types ആണ്, separately excited ഉം self excited ആണുള്ളത്. According to the field armature connection, they can be further classified into DC series, shunt, compound generators respectively. Okay. Then cost നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ദി AC generator ഹൈ ആണ്, എന്നാൽ DC ജനറേറ്ററിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവുമാണ്. ഓക്കെ, അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ദ ഔട്ട്പുട്ട് ഫ്രം AC generator is easy to distribute using a transformer. AC കറന്റ്, AC ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട്, അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം DC ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടും ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷനും ഡിഫിക്കൽട്ട് ആണ്. അടുത്തത് എഫിഷ്യൻസി വൈസ് നോക്കുകയാണെങ്കിൽ AC ജനറേറ്റർ എന്ന് പറയുന്നത് വെരി ഹൈ എഫിഷ്യന്റ് ആണ്, എനർജി ലോസസ് കുറവാണ്.
ഇവിടെ നമുക്ക് ലെസ് എഫിഷ്യന്റ് ആണ്. കാരണം നമുക്ക് സ്പാർക്കിംഗ് ഉണ്ടാകും, പിന്നെ വേറെ കുറേ ലോസസ് ഉണ്ട്, ലൈക്ക് കോപ്പർ, എഡി കറന്റ്, മെക്കാനിക്കൽ, ഹിസ്റ്റഡിസിസ് ലോസ്. ഈ ലോസസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. സോ എഫിഷ്യൻസ് വൈസ് ഇത് വളരെ ലെസ് എഫിഷ്യന്റ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് നോക്കിയാൽ നമ്മുടെ ഈ ഒരു AC ജനറേറ്റേഴ്സ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ് സ്മോൾ മോട്ടോഴ്സ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ലൈക്ക് മിക്സർ, വാക്വം ക്ലീനേഴ്സ്, ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന AC ജനറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. DC generators very power, very large electric motors like those who subway system. Subway system like നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന DC generators യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, transformers are used in various fields like power generation grid, distribution sector, transmission and electric energy consumption. അങ്ങനെ പല ഫീൽഡുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു കമ്പാരിസൺ നോക്കിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിന് നമുക്ക് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഈസി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പല ആപ്ലിക്കേഷൻസിലും നമുക്ക് ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേരിയസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് വിച്ച് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? വർക്കിംഗ് വോൾട്ടേജ് റേഞ്ച്, മീഡിയം ഓഫ് കോർ യൂസ് ചെയ്തിരിക്കുന്നത്, വൈൻഡിങ് അറേഞ്ച്മെന്റ്, ഇൻസ്റ്റലേഷൻ ഓഫ് ലൊക്കേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്ഫോമേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ആസ് പെർ ദ ഫേസ്, ആസ് പെർ കോർ, ആസ് പെർ കൂളിംഗ് സിസ്റ്റം, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഫേസ് നോക്കുമ്പോൾ സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്. കോർ എന്ന് പറയുമ്പോൾ കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്. കൂളിംഗ് സിസ്റ്റം സെൽഫ് കൂൾഡ്, എയർ കൂൾഡ്, ഓയിൽ കൂൾഡ്, ഇങ്ങനെ പല ടൈപ്സിലായിട്ട് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ വോൾട്ടേജ് ലെവൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? They are used between the power generator and the power grid. The secondary output voltage is higher than the input voltage. Step up means എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അപ്പ് ആക്കിയിട്ട് ബൂസ്റ്റ് ചെയ്ത് തരും നമുക്ക്. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇവർ യൂസ് ചെയ്യുന്നത് പവർ ജനറേറ്ററിനും പവർ ഗ്രിഡിനും ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ട്രാൻസ്ഫോമറിൽ 2 വൈൻഡിങ്സ് ഉണ്ടെന്ന് അറിയാം. പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ഹയർ ആയിരിക്കും നമുക്ക് വരുന്ന സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? These transformers are used to convert high voltage primary supply to low voltage secondary output. അപ്പോൾ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഹൈ ആയിരിക്കും, അതിനെ ലോ ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജിനെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് കോർ യൂസ്ഡ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കോർ അല്ലെങ്കിൽ ആ മീഡിയം കോറിന്റെ ടൈപ്പിനനുസരിച്ച് നമുക്ക് എങ്ങനെ എയർ കോർ ട്രാൻസ്ഫോമർ ഉണ്ട്, അയേൺ കോർ ട്രാൻസ്ഫോമർ ഉണ്ട്. എയർ കോർ മീൻസ് ദ ഫ്ലക്സ് ലിങ്കേജ് ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡ് വൈൻഡിങ് ഈസ് ത്രൂ ദ എയർ. ഓക്കെ, ആ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും തമ്മിലുണ്ടാവുന്ന ആ ഒരു ഫ്ലക്സ് ലിങ്കേജ് എയറിലൂടെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദ കോയിൽ ഓർ വൈൻഡിങ്സ് വൗണ്ട് ഓൺ ദ നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പിലായിരിക്കും ഈ കോയിലുകൾ അല്ലെങ്കിൽ വൈൻഡിങ്സ് ഒക്കെ വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അയേൺ കോർ ആയിരിക്കും. Windings are wound on multiple iron plates stacked together, which provide a perfect linkage path to generate flux. Okay, അതായത് ഈ രണ്ട് പ്രൈമറി വൈൻഡിങ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങുകൾ തമ്മിൽ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അയേൺ പ്ലേറ്റുകളെ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അയേൺ പ്ലേറ്റുകൾ അവിടെ നമ്മൾ സ്റ്റാക്ക് ടുഗീദർ ആക്കി കെട്ടിവെച്ചിട്ടുണ്ടാകും. അവരാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ലിങ്കേജിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അയേൺ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ ദ വൈൻഡിങ് അറേഞ്ച്മെന്റ്, ഓട്ടോ ട്രാൻസ്ഫോമർ. ഇറ്റ് വിൽ ഹാവ് ഓൺലി വൺ വൈൻഡിങ് വൗണ്ട് ഓവർ എ ലാമിനേറ്റഡ് കോർ. ഇവിടെ നമുക്ക് ഒരു വൈൻഡിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു കോറിൽ ലാമിനേറ്റ് ചെയ്ത് വൈൻഡിങ്സിനെ വൗണ്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഷെയർ ദ സെയിം കോയിൽ. ഒരു കോയിലിൽ തന്നെ ആയിരിക്കും പ്രൈമറിയും സെക്കൻഡറിയും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ മീൻസ് എന്താണ്? സെൽഫ് ആണ്. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമർ മീൻസ് സെൽഫ് ആണ്. ഓട്ടോ മീൻസ് സെൽഫ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റാൾ ലൊക്കേഷൻ. ലൊക്കേഷൻ അനുസരിച്ച് എവിടേക്കാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട്. ഫസ്റ്റ് വൺ ഇസ് ദ പവർ ട്രാൻസ്ഫോമർ. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് പവർ ജനറേഷൻ സ്റ്റേഷൻസ് ആസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ്. പവർ ജനറേഷൻ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു, ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്.
അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ്. മോസ്റ്റ്ലി യൂസ്ഡ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ലെയിൻസ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. നമ്മുടെ വീടുകളിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആ ട്രാൻസ്ഫോമറുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ദേ ആർ ഡിസൈൻഡ് ഫോർ ക്യാരിയിങ് ലോ വോൾട്ടേജ്. നമ്മുടെ വീടുകളിലേക്ക് ഇപ്പോൾ അങ്ങനെ ഹൈ വോൾട്ടേജിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. സോ ലോ വോൾട്ടേജിലുള്ള വോൾട്ടേജിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോ മാഗ്നറ്റിക് ലോസസ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് ലോസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അടുത്തതാണ് മെഷർമെന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. These are further classified as they are mainly used for the measuring voltage, current, power. Okay, അതായത് മെഷർമെന്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഓക്കെ, അടുത്തത് പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമേഴ്സ്. ദേ ആർ യൂസ്ഡ് ഫോർ കോമ്പണന്റ് പ്രൊട്ടക്ഷൻ പർപ്പസ്. നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണന്റുകളുടെ പ്രൊട്ടക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ ചില സർക്യൂട്ടുകളിൽ സം കോമ്പണന്റ്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമേഴ്സ് എൻഷുർ ദ അതായത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സർക്യൂട്ടുകളിൽ വോൾട്ടേജിന്റെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കോമ്പണന്റുകളെ അത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫ്ലക്ച്വേഷനിൽ നിന്നും ആ ഒരു കോമ്പണന്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് പേരിന്റെ അതാണ് പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വൈൻഡിങ്സ്, N2 is the number of turns in secondary, 5m is the maximum flux in Weber. Weber എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ആണ്. T is the time period. അതായത് ഒരു സൈക്കിളിൽ എടുക്കുന്ന ടൈമാണ് T എന്ന് പറയുന്നത്. The flux formed is a sinusoidal wave. നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സൈനുസോയിഡൽ വേവ് ആയിട്ടാണ് ഫോം ആവുന്നത്. It rises to a maximum of 5m and decreases to negative maximum of 5m. അപ്പോൾ നമുക്ക് പ്ലസ് 5m ലേക്കും മൈനസ് 5m ലേക്കും സൈൻ വേവ് ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം എന്ന് പറയുന്നത് പ്ലസ് 5m ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം എന്ന് പറയുന്നത് മൈനസ് 5m ആയിരിക്കും. So the flux reaches a maximum in 1/4 half cycle. The time taken is equal to T/4 ആണ്. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ക്വാർട്ടർ ഹാഫ് സൈക്കിളിൽ, ഒരു സൈക്കിളിന്റെ ഒരു ക്വാർട്ടറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം തിരികെ എത്താൻ പോകും. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T/4 ആയിരിക്കും അല്ലെ. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 5m by ടൈം ആണ്. സോ T/4 that is equal to 4f 5m. that is f നമുക്ക് എന്താണ്, f is equal to 1/t ആണ്. അപ്പൊ നമുക്ക് ആ 1/t ക്ക് വരും f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4f 5m എന്ന് വരും. f is the frequency, that is t is equal to 1/f അല്ലെങ്കിൽ f is equal to 1/t ആണ്. Okay, then induced EMF per turn equal to rate of change of flux per turn. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡ്യൂസ് ആയിരിക്കുന്ന ഒരു ടേണിന് ഇൻഡ്യൂസ് ആയിരിക്കുന്ന EMF എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആണ്. സോ ഫോം ഫാക്ടർ ഇസ് ഈക്വൽ ടു RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. സോ RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1.11 into 4f5m that is equal to 4.44 f5m ആണ്. ഫോം ഫാക്ടർ is സൈൻ വേവ് is 1.11 ആണ്. Okay, so RMS value of induced EMF in windings equal to RMS value of EMF per turn into number of turns. Okay, primary winding ൽ വരുന്ന RMS value എന്താണ്, E1 is equal to 4.44 f5m into N1. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സെക്കൻഡറി വൈൻഡിങ്ങിലുള്ളത് ഞാൻ E2 എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. Equal to 4.44 f5m into N2 ആണ്. So this is the EMF equation of the transformer. Okay, for an ideal transformer at no load condition, E1 എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ഓൺ ദ പ്രൈമറി വൈൻഡിങ്, E2 is the terminal voltage. അങ്ങനെയാണെങ്കിൽ E1 by N1 equal to E2 by N2 equal to 4.4 f5m ആയിരിക്കും നമുക്ക് വരുന്ന ആ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ദാറ്റ് ഈസ് E1 by N1 equal to E2 by N2 equal to K, where K is called as the voltage transformation ratio which is a constant. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസസ് പറയുകയാണ്. If N2 greater than N1, K greater than 1, it is called a step up transformer. If N2 less than N1, K less than 1, it is called step down. അതായത് number of windings in the secondary winding is greater than the primary windings turn, then the K value should greater than 1, so that is a step up transformer. In case of a step down transformer, the number of windings in N2 is lesser than the number of windings in N1, thereby the value of K is less than 1, that is step down transformer. Okay,
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആൻ ഇൻഡക്ഷൻ മോട്ടർ is also known as an asynchronous motor is a commonly used AC electric motor. നമ്മൾ കുറേ AC ഇലക്ട്രിക് എന്താണ്, DC ഇലക്ട്രിക് എന്താണ്, അതിന്റെ കമ്പാരിസൺ, ജനറേറ്റേഴ്സ് കമ്പാരിസൺ ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഒരു AC ഇലക്ട്രിക് മോട്ടറാണ്. ഓക്കെ, in an induction motor the electric current in the rotor needed to produce torque is obtained via electromagnetic induction from the rotating magnetic field of the stator winding. In an induction motor, the electric current in the rotor needed to produce torque. അല്ലേ, അതായത് ഒരു ഇലക്ട്രിക് കറന്റ് ഇൻ ദ റോട്ടറിലേക്കുള്ള ഇലക്ട്രിക് കറന്റ് ആവശ്യമാണ്. ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് കറന്റ് വേണം. അത് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫ്രം ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സ്റ്റേറ്റർ വൈൻഡിങ്. സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് ആ ഒരു ഇത് കാരണം നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഇൻഡക്ഷൻ മോട്ടറിലേക്കുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് കറന്റ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, so the rotor of an induction motor can be squirrel cage rotor or wound type rotor. Two types ആണ് നമുക്ക് പറയുന്നത്. സ്ക്വിറൽ ഗേജ് ആകാം അല്ലെങ്കിൽ wound type rotor ആകാം. The induction motors are referred to as a synchronous motor because they operate at a speed less than their synchronous speed. ഇവിടെ എന്തുകൊണ്ടാണ് അസിൻക്രോണസ് എന്ന് പറയാൻ കാരണം അതിന്റെ സിൻക്രോണസ് സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. There are basically two types of induction motor. The types of induction motors depend upon the input supply. നമുക്ക് മെയിൻ ആയിട്ട് two types ഉണ്ട്. ആ സപ്ലൈ എങ്ങനെ എന്ത് സപ്ലൈ ആണോ അതിലേക്ക് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്സ് വരുന്നത്. They are single phase induction motor and three phase induction motor. അല്ലേ, അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് സിംഗിൾ ഫേസ് സപ്ലൈ ആയിരിക്കും. ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസ് സപ്ലൈ ആണ് അതിലേക്ക് കൊടുക്കുന്നത്. ദെൻ ഈ സിംഗിൾ ഫേസ് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, ത്രീ ഫേസ് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ത്രീ ഫേസ് ഉണ്ട്. ഈ സിംഗിൾ ഫേസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് ഫേസ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ, ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ. ത്രീ ഫേസിൽ വരുന്ന ടൈപ്സ് ആണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈറ്റ സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈറ്റ സിൻക്രണസ് ഈസ് ഈക്വൽ ടു 120f by p, where eta sync is equal to the synchronous speed, f is the frequency, p is the number of poles. So eta synchronization is equal to 120f by p. Motor slip calculation, s is equal to eta sync minus eta m by eta sync into 100%, അല്ല into 100. So നമുക്ക് എന്താണ് eta sync എന്ന് പറഞ്ഞാൽ speed of the magnetic field, eta m is the mechanical shaft speed, where s is the slip. Okay, അടുത്തതാണ് ടോർക്ക്, HP സ്പീഡ് എന്നൊക്കെ റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ടൗ ഇൻഡക്ഷൻ ഇസ് ഈക്വൽ ടു P by omega m. P is the power in kilowatt hour, omega m is equal to R per minute ആണ്. Okay, then tau in is equal to Newton, അതിന്റെ യൂണിറ്റ് ആണ് N per m എന്ന് പറയുന്നത്. Okay, അടുത്തത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറന്റ് കാൽക്കുലേഷൻ ആണ്. IL is equal to S start by √3 VT, where S start is the rated HP, VT is the rated voltage. Okay, ഇനി സിൻക്രോണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ സിംപിളർ ആണ്, പർട്ടിക്കുലർ ഇൻ കേസ് ഓഫ് എ കേജ് റോട്ടർ. ഓക്കെ, ആ ഒരു സ്ക്വിറൽ ഗേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ കേജ് റോട്ടറിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. അടുത്തത് ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. സെപ്പറേറ്റ്ലി DC സോഴ്സ് ഈസ് റിക്വയർഡ് ഫോർ റോട്ടർ എക്സൈറ്റേഷൻ. Rotors get excited by the induced EMF, so separate source is not necessary. Synchronous മോട്ടറിൽ നമുക്ക് സെപ്പറേറ്റ് സോഴ്സ് ആവശ്യമുണ്ട് എക്സൈറ്റേഷന്, എന്നാൽ ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോട്ടറിനെ എക്സൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് സെപ്പറേറ്റ് സോഴ്സ് ആവശ്യമില്ല. അടുത്തത് the speed is always synchronous irrespective of the load. ലോഡിന് റെസ്പെക്റ്റീവ് ആയിട്ട് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിൻക്രോണസ് സ്പീഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ the speed is always less than the synchronous but never synchronous. Okay, ഒരിക്കലും സിൻക്രോണസ് സ്പീഡിലേക്ക് എത്തുന്നില്ല, എന്നാൽ അതിനേക്കാൾ കുറവായിട്ടായിരിക്കും ഇൻഡക്ഷൻ മോട്ടറിൽ പോകുന്നത്.
സ്പീഡ് കൺട്രോൾ പോസിബിൾ അല്ല. നമുക്ക് ഈ പറയുന്ന ഇൻഡക്ഷൻ മോട്ടറിൽ സ്പീഡ് കൺട്രോൾ ഇസ് പോസിബിൾ ദോ ഡിഫിക്കൽട്ട്. പോസിബിൾ ആണ്, പക്ഷെ ഡിഫിക്കൽട്ട് ആണ്. ആസ് ലോഡ് ഇൻക്രീസസ് ദ ലോഡ് ആംഗിൾ ഇൻക്രീസസ് കീപ്പിംഗ് സ്പീഡ് കോൺസ്റ്റന്റ് അറ്റ് സിൻക്രോണസ്. ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലോഡ് ആംഗിൾ ഇൻക്രീസ് ചെയ്യണം. എന്തിനാണ്? ആ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട്, ആ ഒരു സിൻക്രോണസ് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആസ് ലോഡ് ഇൻക്രീസസ് സ്പീഡ് കീപ്സ് ഓൺ ഡിക്രീസിങ്. ലോഡ് ഇൻക്രീസ് ആയിട്ടെങ്കിൽ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സിൻക്രോണസ് സ്പീഡിനേക്കാൾ കുറഞ്ഞ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. By changing excitation, the motor PF can be changed from lagging and leading. That is power factor. Excitation change ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പവർ ഫാക്ടറിനെ ലാഗിങ്ങിൽ നിന്ന് ലീഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. It is always at the lagging PF and PF control is not possible. ഇത് എപ്പോഴും നമുക്കൊരു പവർ ഫാക്ടർ ലാഗിങ്ങിലായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. പവർ ഫാക്ടർ കൺട്രോൾ നമുക്ക് പോസിബിൾ അല്ല ഇൻഡക്ഷൻ മോട്ടറിൽ. It can be used as a synchronous condenser for power factor improvement. പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു സിൻക്രോണസ് കണ്ടൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് സിൻക്രോണസ് കണ്ടൻസർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമുക്ക് പവർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ പോസിബിൾ അല്ല ഇൻഡക്ഷൻ മോട്ടറിൽ. അടുത്തത്, മോട്ടർ ഈസ് സെൻസിറ്റീവ് ടു സഡൻ ലോഡ് ചേഞ്ചസ് ആൻഡ് ഹണ്ടിങ് റിസൾട്ട്സ്. സഡൻ ലോഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പെട്ടെന്ന് തന്നെ ഈ മോട്ടറിൽ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഹണ്ടിങ് റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിന തന്നെ ആബ്സെന്റ് ആണ്. അടുത്തത്, മോട്ടർ ഈസ് കോസ്റ്റ്ലി ആൻഡ് റിക്വയർസ് ഫ്രീക്വന്റ് മെയിൻ്റനൻസ്. സിൻക്രോണസ് മോട്ടറിന്റെ കോസ്റ്റ്ലി ആണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് ചീപ്പാണ്. റോട്ടേഴ്സ്, സ്പെഷ്യലി കേജ് റോട്ടേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്രീയും ആണ്. അതാണ് ഇൻഡക്ഷൻ മോട്ടറിന്റെ. ഓക്കെ, അടുത്തതാണ് വാട്ട് ഈസ് ഷെയ്ഡഡ് പോൾ മോട്ടർ. A shaded pole induction motor is a simple single phase induction motor which is self starting with one of the poles shaded by the copper ring. ഒരു ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. എന്നാൽ വൺ ഓഫ് ദ പോൾസ് ഷെയ്ഡഡ് ബൈ ദ, ഇതിലെ ഒരു പോൾ എന്ന് പറയുന്നത് ഒരു കോപ്പർ റിംഗുമായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ദ അതർ നെയിം ഓഫ് ദ കോപ്പർ റിംഗ് ഈസ് ഷെയ്ഡഡ് റിംഗ്. വേറൊരു പേരാണ് ഷെയ്ഡഡ് റിംഗ് എന്ന് പറയുന്നത്. Where it acts as a secondary winding motor ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It rotates only in one direction particularly and reverse moment is impossible. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് പർട്ടിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. This motor has very high power induction losses and also has a very low power factor. ഇവിടെ നമുക്ക് ഹൈ പവറിൽ ഇൻഡക്ഷൻ ലോസസ് ഉണ്ടാകുന്നുണ്ട്, പവർ ഫാക്ടറും വളരെ കുറവാണ്. Then സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മോട്ടറിൽ ഇൻഡ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവാണ്. ഈ റീസണുകൾ കൊണ്ട് തന്നെ ഇതിനൊരു പുവർ എഫിഷ്യൻസി ആണുള്ളത്. ഇറ്റ് ഹാസ് ലോ പവർ റേറ്റിംഗ്സ്. ഇറ്റ്സ് ഓൾസോ സാലിയന്റ് ഫോർ സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണ്. ഇപ്പൊ കുറെ എന്താ പറയുക ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. അതാണ് ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് 2 poles. This motor is made up of stator and rotor, which is a cage type. The stator has projected poles, also called main poles. Stator നമുക്ക് projected poles ഉണ്ട്, അതിനെ main poles എന്ന് വിളിക്കുന്നുണ്ട്. The supply winding on the main poles form the main windings. അപ്പോൾ മെയിൻ പോളിലേക്കുള്ള സപ്ലൈ വൈൻഡിങ്സുകൾ എന്ത് ചെയ്യുന്നത് മെയിൻ വൈൻഡിങ്ങിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ these poles in the motor are unequally divided into 2 halves. ഈ പോളുകൾ, മോട്ടറിലുള്ള പോളുകളെ രണ്ട് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈക്വലി അല്ല. Where the smaller portion is shaded portion and carries the copper band. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ടല്ല. അപ്പൊ അതിൽ കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഷെയ്ഡഡ് പോൾ ആയിരിക്കും. ഓക്കെ, കോപ്പർ റിംഗ് വിച്ച് ഇസ് എ സിംഗിൾ ടേൺ ഇസ് ഫിറ്റഡ് ഓൺ ദ സ്മോളർ പാർട്ട്. അപ്പൊ ഈ കോപ്പർ റിംഗിനെ നമ്മൾ ഈ സ്മോളർ പാർട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിംഗിനെ നമ്മൾ ഷെയ്ഡിംഗ് കോയിൽ എന്നും കൂടി പറയുന്നുണ്ട്. ദ ഷെയ്ഡിംഗ് കോയിൽ ഫിറ്റഡ് ഓൺ ദ മെയിൻ പോൾസ് ഈസ് കോൾഡ് ഷെയ്ഡിംഗ് പോൾ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ കോയിലിനെ നമ്മൾ മെയിൻ പോളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിനെ ഷെയ്ഡിംഗ് പോൾ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് പ്രൊഡ്യൂസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ദാറ്റ് ഈക്വൽസ് ടു ഹാഫ് ഓഫ് ദ ടോർക്ക് ഓൺ ഫുൾ ലോഡ്. ഫുൾ ലോഡിൽ പ്രൊഡ്യൂസ് ആകുന്ന ഉള്ള ടോർക്കിന്റെ ഹാഫ് ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പവർ ലോസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ എഫിഷ്യൻസി ലോ ആണ്. സ്മോൾ ഡിവൈസസ് ലൈക്ക് ഫാനുകളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ ദ ഷെയ്ഡഡ് കോയിൽ പൊസിഷൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ്സ്. ആ കോയിലിന്റെ പൊസിഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ മോട്ടർ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റർ ഓൺ വിച്ച് ദ ഫീൽഡ് പോൾസ് ആർ മൗണ്ടഡ്. ഇതിലൊരു സ്റ്റേറ്റർ ഉണ്ട്, അതിലാണ് നമ്മുടെ ഫീൽഡ് പോളുകളെല്ലാം തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫീൽഡ് കോയിൽസ് ആർ വൗണ്ട് അറൌണ്ട് ദ ഫീൽഡ് പോൾസ്. ഫീൽഡ് പോൾസിന് ചുറ്റും ഫീൽഡ് കോയിലുകളെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
Both the stator field circuit and armature of a universal motor are laminated. ഈ സ്റ്റേറ്റർ ഫീൽഡ് സർക്യൂട്ടും അതുപോലെ തന്നെ ആർമേച്ചറും എന്ത് ചെയ്തിരിക്കുകയാണ്, ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. The laminations are necessary to reduce the eddy currents that are produced while operating AC power. AC power ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ആകുന്ന എഡ്ഡി കറന്റിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് എഡ്ഡി കറന്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. The universal motor's rotary armature is made of straight or skewed slots on which the commutator and brushes rest. Okay. യൂണിവേഴ്സൽ മോട്ടറിന്റെ റോട്ടറി ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്ക്യൂഡ് സ്ലോട്ട്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂട്ടേറ്റേഴ്സിനോ ബ്രഷസിനോ ഒക്കെ റെസ്റ്റ് എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഓക്കെ. The commutation on AC is poor than the DC because of the current induced in the armature coil. ആർമേച്ചർ കോയിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ആവുന്ന കറന്റ് കാരണം എ സിയിൽ ഉണ്ടാവുന്ന കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ പുവർ ആണ് കമ്പയർ ടു ഡി സി. ഓക്കെ. ഈ റീസൺ കൊണ്ട് തന്നെ ബ്രഷസ് യൂസ്ഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്. ഇതിൽ അതിൽ യൂസ് ചെയ്യുന്ന ബ്രഷുകൾ വന്ന് ഹൈ റെസിസ്റ്റൻസിലുള്ള ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസുകൾ? ദേ റൺ അറ്റ് ഹൈ സ്പീഡ്, ദേ ഹാവ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്, കോമ്പാക്ട് സൈസ് ആൻഡ് ആർ ലൈറ്റ് വെയ്റ്റ്, ദേ ആർ നോയ്സി ബിക്കോസ് ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ്. ഓക്കെ. ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ. അടുത്തത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എഫിഷ്യൻസി ഓഫ് എ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞാൽ ദ എഫിഷ്യൻസി ഓഫ് എ സ്മോളർ യൂണിവേഴ്സൽ മോട്ടർ ഈസ് അറൌണ്ട് 30%. ലാർജർ യൂണിവേഴ്സലിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 70 to 75% ആണ്. ഓക്കെ. അടുത്തത് സ്പീഡ് ഓഫ് ദ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത് ദ ലോവസ്റ്റ് അറ്റ് ഫുൾ ലോഡ് ആൻഡ് ഹയസ്റ്റ് അറ്റ് നോ ലോഡ്. ഫുൾ ലോഡ് ആണെങ്കിൽ ലോവസ്റ്റ് സ്പീഡ് ആയിരിക്കും, ഹയസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് നോ ലോഡിലായിരിക്കും. Gear trains are made used to get the required speed at the required load. Speed control എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ the universal motor speed is controlled to avoid the motor running at a dangerous speed at no load. Speed control നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നോ ലോഡിൽ ഹൈ സ്പീഡിൽ ഒരു ഡേഞ്ചറസ് സ്പീഡിൽ ഇത് റൺ ആകും. അതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്? ബിൽഡ് ദ യൂണിവേഴ്സൽ മോട്ടർ ഡിവൈസ് ടു നെവർ റൺ ഓൺ നോ ലോഡ് കണ്ടീഷൻ. നോ ലോഡ് കണ്ടീഷനിൽ റൺ ആകാത്ത രീതിയിൽ നമ്മൾ ഈ ഡിവൈസിനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ദീസ് സെറ്റപ്സ് ടൈപ്സ് ആർ പ്രിഫേർഡ് ഫോർ സ്മോൾ ആപ്ലിക്കേഷൻസ് ദാറ്റ് ഫേവർ കണക്ടിംഗ് ദ മോട്ടർ ഡയറക്ട്ലി ടു ദ സിസ്റ്റം ദാറ്റ് ഇറ്റ് ഡ്രൈവ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസിനെ നമുക്ക് നോ ലോഡിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ മോട്ടർ റൺ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് സ്പീഡിൽ റൺ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവൈസിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോ ലോഡിൽ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മോൾ ആപ്ലിക്കേഷൻസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. A few other ways to set up the speed of the motor is using a gear train to reduce the actual load speed. വേറെ കുറച്ച് മെത്തേഡുകളാണ്. ഒരു ഗിയർ ട്രെയിൻ യൂസ് ചെയ്യാൻ പറ്റും ആ ആക്ച്വൽ ലോഡ് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. റെസിസ്റ്റൻസ് സ്പീഡ് ഓഫ് സ്പീഡ് മെത്തേഡ്, അതായത് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെയാണ് കുറച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ജനറൽ കൈൻഡ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ. നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്പർ മോട്ടറിന്റെ ഒരു ടൈപ്പാണ് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ്സ് ദ ഈസിയസ്റ്റ് ഡിസൈൻ വെൻ കമ്പയർഡ് വിത്ത് ദ അതർ ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ. ഈസി ഡിസൈൻ ആണ്. ആസ് ദ റോട്ടർ സെക്ഷൻ ഇൻ നോൺ മാഗ്നറ്റൈസ്ഡ് ആണ് റോട്ടർ സെക്ഷൻ. അതുകൊണ്ട് തന്നെ there exists no attractional force in between stator and rotor. റോട്ടറും സ്റ്റേറ്ററും തമ്മിലുള്ള ഒരു അട്രാക്ഷണൽ ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ട് തന്നെ the variable reluctance stepper motor will not generate any return torque. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒരു റിട്ടേൺ ടോർക്കുകളൊന്നും തന്നെ ജനറേറ്റ് ആകുന്നില്ല. ഓക്കെ. The dynamic torque generation is too minimal but possesses a torque drop off when the motor runs at high speed rates. ഡൈനാമിക് ടോർക്ക് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമം ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കൊരു ടോർക്ക് ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത്, അതായത് ഹൈ സ്പീഡ് റേറ്റിൽ ഇതാക്കുമ്പോൾ നമുക്കൊരു ടോർക്ക് ഡ്രോപ്പ് ഓഫ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെ? ടോർക്ക് കുറേതായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ദ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ ഈസ് മോസ്റ്റ് ആപ്ലിക്കബിൾ ടു ദ സ്പീഡ് റേറ്റ്സ് ഓഫ് മീഡിയം ടു ഹൈയിലേക്കുള്ള ആ ഒരു സ്പീഡ് റേറ്റ്സിലാണ് നമുക്ക് ഈ പറയുന്ന വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ കൂടുതലായിട്ട് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. These motors are also have a high range of noises, so suitable for scenarios where noise is not considered. ഇത് നമുക്ക് ഹൈ റേഞ്ച് ഓഫ് നോയ്സസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോയ്സ് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന മോട്ടർ എന്ന് പറയുന്നത് മോർ സ്യൂട്ടബിൾ ആണ്. The fundamental variable reluctance stepper motor working principle is that it is dependent on multiple reluctance locations of the rotor device.
ആ റോട്ടർ ഡിവൈസിന്റെ ആ റിലക്റ്റൻസ് ലൊക്കേഷൻസ് മൾട്ടിപ്പിൾ റിലക്റ്റൻസ് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മെയിൻ ആയിട്ട് വരുന്നത്. When the stator phases receive the voltage signal and get excited, ആദ്യം സ്റ്റേറ്ററിലേക്ക് വോൾട്ടേജ് റിസീവ് ആകുകയും അത് എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. There will be the creation of magnetic field whose axis lines across the poles. പോൾസിന് അക്രോസ് ആയിട്ടായിരിക്കും അതിന്റെ ആക്സിസ് ലൈൻസ് ഉള്ളത്. അവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതിനുശേഷം when the rotor attempt to revolve in such a path that it gain low reluctance, അപ്പോൾ ആ റോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ in such a path that it gains low reluctance, ലോ റിലക്റ്റൻസിലുള്ള ഒരു പാത്തിൽ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തും. This revolution corresponds that a position magnetic field axis created by the stator is same as the axis that passes across the rotor poles. Okay, അപ്പോൾ ഈ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് സ്റ്റേറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് എന്ന് പറയുന്നതും ഈ റോട്ടർ പോൾസ് അക്രോസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ആക്സിസും സെയിം ആയിട്ടാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെയാണ് നോക്കുന്നത്. ഇറ്റ് ഹാസ് പുവർ എഫിഷ്യൻസി ആൻഡ് ടോർക്ക്, ലോ പവർ ഫാക്ടർ ആണ്, ഹൈ എനർജിയിൽ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ചീപ്പർ ദാൻ എനി അതർ കൈൻഡ് ഓഫ് സിങ്ക്രണസ് മോട്ടർ. വേറെ ഏത് കൈൻഡ് ഓഫ് സിങ്ക്രണസ് മോട്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചീപ്പറാണ്.